മദ്യപിച്ച് കഴിഞ്ഞാൽ കാണിക്കുന്നത് അറിയാൻ പറ്റത്തില്ല. അന്ന് ഞാൻ അവളെ അവിടെ നിന്ന് റിലീസ് ചെയ്ത് പിന്നെ ഇളയ മകളുടെ ഫ്ലാറ്റിൽ കൊണ്ടുപോയി അവിടെ വരുന്ന അന്ന് ഞാൻ അവൾക്ക് വേണ്ടുന്ന നിർദ്ദേശം കൊടുത്തു. ഇനി ഇത് ലാസ്റ്റാണ്, ഇനി ഒരു കാരണവശാലും അവൻ്റെ കൂടെ നീ പോകരുത് എന്ന് അവളെ കൊണ്ട് സത്യം ചെയ്യിച്ചു. ഞാൻ പറഞ്ഞു എൻ്റെ പെണ്ണുമോൾ ഇനി പോകരുത്. പിന്നെ ഇവൻ വീണ്ടും അവിടെ രാവിലെയും ജോലിക്ക് പോകാതെ 2 ദിവസം അവിടെ അലഞ്ഞിരുന്നിരുന്ന ആ ഫ്ലാറ്റിൽ വിട്ട് നടക്കി ഇവളെ വിളിക്കാൻ ശ്രമിക്കുക. ഇവൾ ഫോൺ ഓഫ് ചെയ്ത് വെച്ചാലും വീണ്ടും വിളിക്കുകയും വീണ്ടും അവിടെ ചെന്ന് പിന്നെ ഇളയ അഖിലമ്മോളുടെ ഭർത്താവ് വരുമ്പോൾ അവനെ കണ്ട് കാല് പിടിക്കുകയും തൊഴിയും എൻ്റെ കൂടെ വിടണം, എനിക്ക് ആരുമില്ല എന്നൊക്കെ പറഞ്ഞു. അവന് അവളെ വിളിച്ചുകൊണ്ട് പോയാൽ അവന് ജോലി ചെയ്യിക്കണം, അവന് ഭക്ഷണം ഉണ്ടാക്കണം, അവൻ്റെ തുണി കഴിക്കണം, അവന് ടച്ചിങ് ഉണ്ടാക്കണം, അവൻ്റെ ഷൂവിൻ്റെ ലൈ കെട്ടി കൊടുക്കണം. അവനെ ഒരു അടിമയെ പോലെ അവൻ ഉദ്ദേശിക്കുന്നത്. അവൻ്റെ കൂടെ അവളെ കല്യാണം കഴിച്ച ആഴ്ച അവൾ കരയാത്ത ഒരു ദിവസങ്ങളുമില്ല. ഞാനന്ന് സൗദി അറേബ്യ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ഞാൻ 10-24 വർഷം അവിടെ ആയിരുന്നു. അവിടെ നിലവിളി ഞാൻ ഫോണിൽ കൂടെ കേൾക്കാത്ത ഒരു ദിവസങ്ങളും ഉണ്ടായിട്ടില്ല. അന്നത്തെ ആ കാലഘട്ടത്തിൽ കത്തി കൊണ്ട് അവളെ വരാൻ ചെല്ലുമ്പോൾ വീഡിയോ എടുക്കുമ്പോൾ അവൾ പറയും വാങ്ങാൻ അതിൻ്റെ അടുത്ത മോളെ പൂളിട്ടെന്ന്. അപ്പോൾ അവൻ്റെ മൈൻഡിൽ ഒന്ന് ആലോചിച്ച് നോക്കും. അവൻ്റെ മാനസിക അവസ്ഥ അവൻ എന്താ അവൻ്റെ മൈൻഡൊന്നും അത്ര ക്രൂരനാണെന്ന്. പിന്നെ എത്രയോ പോറിയിട്ടുണ്ട്, എത്രയോ പ്രാവശ്യം കത്തി വെച്ച് പറഞ്ഞിട്ടുണ്ട്. ഇപ്പം അതുല്യയുടെ മരണവുമായി ബന്ധപ്പെട്ട് ഇനി എന്താണ് നിങ്ങൾ നിയമ നടപടിയുമായി എങ്ങനെയാണ് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിട്ടുള്ളത്? ഇപ്പോൾ അത് പോലീസിൽ കേസ് ഓൾറെഡി പിന്നെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. FIR ഇട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. കൊലക്കുറ്റത്തിനും ഗാർഹിക പീഡനത്തിനും ഒക്കെ വകുപ്പ് ചുമത്തിയിട്ടുണ്ടെന്നാണ് ഞാൻ അറിയാൻ കഴിഞ്ഞത്. ഇവിടെ പോലീസ് ഉദ്യോഗസ്ഥർ ഇവിടെ വന്നിരുന്നു, ഞാൻ സംസാരിച്ചിരുന്നു അവരോട് ഡയറക്റ്റ്. നല്ല രീതിയിൽ അവർ അതിനുവേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നല്ല ഒരു ടീമിനെ തന്നെ അതിനെ നിയോഗിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ അറിയാൻ കഴിഞ്ഞത്. അതിനിടയിലാണ് അതുല്യയുടെ ഭർത്താവ് ഇപ്പോൾ അവിടെ നിന്നൊരു മാധ്യമങ്ങളെ കാണുന്ന സംഭവം ഉണ്ടായി. അത് അവൻ പറയുന്നതിനകത്തെല്ലാം അതിൻ്റെ ആൻസർ ഉണ്ടല്ലോ, അവനെല്ലാം സമ്മതിക്കുന്നുണ്ടല്ലോ. പിന്നെ അവന് അത് അങ്ങനെ പറയുന്നത് വേറെ എന്താ പറയേണ്ട? മാധ്യമത്തിൻ്റെ മുമ്പിൽ ഞാനത് ചെയ്തു, ഞാൻ അവളെ കൊന്നൊന്നും പറയാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് അവനങ്ങനെ പറയുന്നു എന്നുള്ളത് കൂട്ടിയാൽ മതി. ഇത് പുറത്തുനിന്ന് ഒരാൾ എന്തോ ചെയ്തു എന്നുള്ള തരത്തിലാണ് ആൾ സംസാരിക്കുന്നത്. റൂമിൽ കറുത്ത മാസ്ക് കണ്ടു, അങ്ങനത്തെ നിലയിലാണ് സംസാരിക്കുന്നത്. അല്ല, അങ്ങനെ എന്തെങ്കിലും അവൻ സംസാരിക്കുന്നത് അതിനകത്ത് എന്തെങ്കിലും ഉണ്ട്, അതൊക്കെ കണ്ടുപിടിക്കാൻ ഇന്നും മാർഗ്ഗങ്ങളുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ നിജസ്ഥിതികൾ പുറത്തു വരുമല്ലോ. അത് അവന് ഇപ്പം പെട്ടുപോയെന്ന് തോന്നുമ്പോൾ അവന് തോന്നുന്ന ഓരോ കാര്യങ്ങളായിരിക്കാം. അല്ലെങ്കിൽ രാത്രിയിൽ ഒരുപാട് ഓവറായിട്ട് മദ്യപിച്ച് എന്താ നടന്ന് അവന് പോലും തന്നെ ഒരുപക്ഷെ അറിയാൻ പറ്റത്തില്ലായിരിക്കാം. അതുകൊണ്ടൊക്കെ ആയിരിക്കും. അതിനെയൊക്കെ വ്യക്തത വരുമല്ലോ. ഇപ്പം ഫോറൻസിക്കിൻ്റെ റിപ്പോർട്ടും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും അതൊക്കെ വരുമ്പോൾ അതിൻ്റെ ക്ലിയറൻസ് കിട്ടുമല്ലോ. അതിനുള്ള ടെക്നോളജി ഉണ്ടല്ലോ. നമ്മളതിനെ പുറത്ത് വറിയിടേണ്ട ആവശ്യമില്ല. ഒരു സംശയമുള്ള രീതിയിലായിരുന്നു ബിഹേവ് ചെയ്തുകൊണ്ടിരുന്നത്. കാരണം അതിലെ പൂട്ടിയിട്ടിട്ട് പോവുമായിരുന്നു എന്നൊക്കെ പറയുന്നത് കേൾക്കുന്നു. അത് അങ്ങനെയാണെന്നാണ് എൻ്റെ അറിവ്. റൂം പൂട്ടിയിട്ട് പോകുന്ന ചില സന്ദർഭങ്ങളിലൊക്കെ പൂട്ടിയിട്ട് പോകുന്നതാണ് ഞാൻ അറിഞ്ഞിട്ടുള്ളത്. റൂമിൽ അടച്ചിട്ടിട്ട് പോകുന്നു പുറത്തുനിന്ന്. അവനങ്ങനെ ഉള്ളൊരു ചിന്താഗതി ഉള്ളവനാണ്. ആദ്യ നാൾ മുതലേ അങ്ങനെ ഉള്ളവനാണ്. ഈ പലതവണ നിങ്ങൾ അതുല്യോട് പറഞ്ഞിരുന്നോ വേണ്ട തിരിച്ചു വരണം എന്നുള്ളത്? പറഞ്ഞിരുന്നു അതില്യോട് വേണ്ട തിരിച്ചു വരണമെന്ന് പലതവണ പറഞ്ഞിരുന്നു. പിന്നെ ആദ്യം നാൾ മുതൽ തന്നെ ഇങ്ങനെ കേസൊക്കെ ആയപ്പോഴും തന്നെ അവളെ ഞാൻ കൂടുതൽ അവൻ്റെ അടുത്ത് നിർത്തിയിട്ടില്ല. അവനിങ്ങനെ ഉപദ്രവകാരിയായതിൻ്റെ പേരിൽ ഇവിടെ ആയിരുന്നു അവൾ നിന്നിട്ടിരുന്നത്. ഇപ്പം കുട്ടി വലുതായപ്പോൾ അവൾക്കൊരു ജോലി സ്വന്തമായിട്ട് വേണമെന്നുള്ള താല്പര്യത്തിലാണ് ഇപ്പോൾ പോയത്. 1 വർഷം ആയിട്ടുള്ളൂ. അപ്പം ഞാൻ കഴിഞ്ഞ വർഷം പിന്നെ ഞാൻ ഇതേ സമയത്ത് ഞാൻ അവിടെ ഷാർജയിലുണ്ടായിരുന്നു. അപ്പോൾ ഇതുകൊണ്ടൊക്കെ ഒരു വലിയ അറ്റാക്ക് വന്നപ്പം ഞാനന്ന് അവിടെ ജോലിക്ക് വേണ്ടി പോയതായിരുന്നു. എന്നെ അവൾ കരഞ്ഞുകൊണ്ട് പെട്ടെന്ന് വീഡിയോ കോൾ വരികയും കാണുകയും മുറിവോടെ കയ്യിൽ നിന്നും പിന്നെ മുഖത്തുനിന്നും ഒക്കെ. അപ്പോൾ ഇത് കണക്കുള്ള പാടുകളാണ് അവൻ ശരീരത്തിൽ ഉപദ്രവിക്കുന്നത്. അന്നേരം കഴിഞ്ഞ 1 വർഷം മുന്നോ ഇത് കണക്കുള്ള പാടുകളുണ്ടായിരുന്നു. കരഞ്ഞുകൊണ്ട് വിളിച്ചപ്പോൾ ഞാൻ പെട്ടെന്ന് എൻ്റെ ഇളയ മകളെയും മരുമകനെയായിട്ട് സഡൻലി അവിടെ എത്തുകയും അവളെ അവിടുന്ന് വിളിച്ചുകൊണ്ട് എന്നിട്ടും അവൻ അന്നേരം നിൽക്കുമ്പോൾ ഒരു വല്ലാത്തൊരു അറ്റ്മോസ്ഫിയറാണ് ഞാൻ കാണുന്നത്. അവൻ നിൽക്കുന്നത് അവൻ എന്തൊക്കെയാണ് അവൻ മദ്യപിച്ച് കഴിഞ്ഞാൽ കാണിക്കുന്നത് അറിയാൻ പറ്റത്തില്ല. അന്ന് ഞാൻ അവളെ അവിടുന്ന് റിലീസ് ചെയ്ത് പിന്നെ ഇളയ മകളുടെ ഫ്ലാറ്റിൽ കൊണ്ടുപോയി അവിടെ വരുന്ന അന്ന് ഞാൻ അവൾക്ക് വേണ്ടുന്ന നിർദ്ദേശം കൊടുത്തു. ഇനി ഇത് ലാസ്റ്റാണ്, ഇനി ഒരു കാരണവശാലും അവൻ്റെ കൂടെ നീ പോകരുത് എന്ന് അവളെ കൊണ്ട് സത്യം ചെയ്യിച്ചു. ഞാൻ പറഞ്ഞു എൻ്റെ പെണ്ണുമോൾ ഇനി പോകരുത്. ഇല്ലച്ചാ, ഞാൻ ഇനി ഒരിക്കലും അവൻ്റെ കൂടെ പോകത്തില്ലെന്ന് എന്നോട് പറഞ്ഞിരുന്നു. അങ്ങനെ പോകത്തില്ലെന്ന് പറഞ്ഞ് അങ്ങനെ അവിടെ ഉറപ്പായിട്ട് ഞാൻ പറഞ്ഞു. എന്ന് വെച്ചാൽ അവനൊരു മാറ്റങ്ങളില്ല മോളെ, ഒരിക്കലും അവൻ മാറിയിട്ടില്ല. 2014 എന്ന് തുടർന്നു അതേ ലെവലിൽ തന്നെ ഇപ്പോഴും അവൻ്റെ മാനസികാവസ്ഥയും അവൻ്റെ പ്രവർത്തനങ്ങളും എല്ലാം ഉള്ളത്. അന്ന് തുടങ്ങിയ തന്നെ പീഡനങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അതിനൊരു മാറ്റവുമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ മോളുടെ അടുത്ത് പറഞ്ഞു, മോളെ ഇനി നീ ഇത് എന്തിനാ നിൻ്റെ ജീവിതം കളയാനായിട്ട് നിൽക്കുന്നത്? നിനക്ക് ജീവിതം കിടക്കുന്നതേ ഉള്ളൂ. എല്ലാം ഞാൻ പറഞ്ഞു കൊടുത്തു. അവൾ പറഞ്ഞ് ഇനി പോകത്തില്ല അച്ഛാ, ഞാൻ ഇനി പോകത്തില്ല. ഞാൻ അവളോട് പറഞ്ഞു ഇനി ഒരു കാരണവശാലും അവൻ മാറത്തില്ല, അവൻ്റെയും മദ്യപാനം തുറന്നിട്ടേ ഇരിക്കും.
അവനിതിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കും. നീ ഇനി നിൻ്റെ ലാസ്റ്റ് അത്രയ്ക്ക് അന്നൊരു ഇഷ്യൂസ് അവിടെ ഉണ്ടായിരുന്നു. അവന് എന്തെല്ലാം പാടുപെട്ടെന്നറിയാം. അവനെ ഞാൻ ഫ്ലാറ്റിൽ നിന്ന് മോളെ വിളിച്ചിട്ട് വന്നത്. അവൻ കയറി തടയാൻ നിൽക്കുക, പിന്നെ ഞാൻ ഉന്തി മാറ്റിയൊക്കെ ചെയ്യേണ്ട ഒരവസ്ഥ വന്നിരുന്നു. അപ്പം അങ്ങനെ കൊണ്ടുവന്നപ്പോൾ ഞാൻ അന്നേരം എനിക്ക് അതിൻ്റെ 2 ദിവസത്തിന് കഴിഞ്ഞ് പെട്ടെന്ന് ഇങ്ങോട്ട് വരേണ്ട ഒരവസ്ഥ വന്നായിരുന്നു. അപ്പം ഞാൻ അന്നേരം ഇളയ മോളുടെ റൂമിലാക്കിയതിന് ശേഷം ഞാൻ ഇനി തിരിച്ചു പോരുന്നു. അതിന് ശേഷം പിന്നെ ഇവൻ വീണ്ടും അവിടെ രാവിലെയും ജോലിക്ക് പോകാതെ 2 ദിവസം അവിടെ അലഞ്ഞിരുന്നിരുന്ന ആ ഫ്ലാറ്റിൽ വിട്ട് നടക്കുകയും ഇവളെ വിളിക്കാൻ ശ്രമിക്കുകയും ഇവൾ ഫോൺ ഓഫ് ചെയ്ത് വെച്ചാലും വീണ്ടും വിളിക്കുകയും വീണ്ടും അവിടെ ചെന്ന് പിന്നെ ഇളയ അഖിലമോളുടെ ഭർത്താവ് വരുമ്പോൾ അവനെ കണ്ട് കാല് പിടിക്കുകയും തൊഴി എൻ്റെ കൂടെ വിടണം, എനിക്ക് ആരുമില്ല എന്നൊക്കെ പറഞ്ഞു. അവന് അവളെ വിളിച്ചുകൊണ്ട് പോയാൽ അവന് ജോലി ചെയ്യിക്കണം, അവന് ഭക്ഷണം ഉണ്ടാക്കണം, അവൻ്റെ തുണി കഴിക്കണം, അവന് ടച്ചിങ് ഉണ്ടാക്കണം, അവൻ്റെ സ്റ്റൂവിൻ്റെ ലൈ കെട്ടി കൊടുക്കണം. അവനെ ഒരു അടിമയെ പോലെ അവൻ ഉദ്ദേശിക്കുന്നത്. അല്ലാതെ ഒരു പെണ്ണാണ്, സ്ത്രീയാണ്, അവൻ്റെ ഭാര്യയാണ്, അവൻ്റെ കുഞ്ഞിൻ്റെ അമ്മയാണെന്നുള്ള ഒരു സിമ്പതി അവളോടില്ലായിരുന്നു. ജോലിക്കാരിക്കും അതിൻ്റേതായ ഒരു മാന്യതയില്ലേ, അതുപോലും അവൾക്ക് കൊടുത്തിട്ടില്ല. ഒരു ജോലിക്കാരുടെ വില പോലും അവൾക്ക് കൽപ്പിച്ചിട്ടില്ല. അവൻ അത്ര നികഷ്ടമായിട്ട് അവളോട് പെരുമാറിയിട്ടുള്ളത്. അത് ആദ്യ നാൾ മുതലേ അങ്ങനെ തന്നെ ആയിരുന്നു. ഞാൻ കരുതി എന്തെങ്കിലും അവൻ മാറുമോ, അവൻ മെച്യൂരിറ്റി ഇല്ലാത്തതുകൊണ്ടായിരിക്കുമെന്ന് അന്ന് ഞാൻ കരുതി. മെച്യൂർഡാണ് അവന്, എന്നാൽ തന്നെയും തീർച്ചയായിട്ടും അവൾക്കും ഒരു പെൺകുട്ടിയല്ലേ. പലപ്പോഴും അവൾ പറയും. അപ്പോൾ മോളെ അന്ന് മുതൽ അവൾ ഒരിക്കലും അവൻ്റെ കൂടെ അവളെ കല്യാണം കഴിച്ച ആഴ്ച അവൾ കരയാത്ത ഒരു ദിവസങ്ങളുമില്ല. ഞാനന്ന് സൗദി അറേബ്യ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ഞാൻ 10-24 വർഷം അവിടെ ആയിരുന്നു. അവിടെ നിലവിളി ഞാൻ ഫോണിൽ കൂടെ കേൾക്കാത്ത ഒരു ദിവസങ്ങളും ഉണ്ടായിട്ടില്ല അന്നത്തെ ആ കാലഘട്ടത്തിൽ. ഈ കുഞ്ഞ് ഉണ്ടാകുന്നതിന് മുന്നും കുഞ്ഞുണ്ടായതിന് ശേഷവും എപ്പോഴും പിന്നെ ഈവനിങ്ങിനാ അവളെ ഉപദ്രവിക്കുക, കാരണമില്ലാതെ വഴക്കുണ്ടാക്കുക. ആ കുഞ്ഞ് തന്നെ ഭയന്ന് അവൻ്റെ അടുത്ത് പോകത്തില്ലായിരുന്നു. കുഞ്ഞിനെ ഞാൻ ഇവിടെ നിർത്തിയിട്ടുള്ളത് കൂടുതൽ, അവിടെ അവൻ്റെ കൂടെ നിർത്തിയിട്ടില്ല. ഇങ്ങനെയുള്ള അതിൻ്റെ പേരിൽ പെൺകുട്ടിയില്ലേ, അപ്പോൾ ഇവിടെ നിർത്തിയ ഞാൻ അവിടെ അമ്മമ്മയുടെ കൂടെ നിന്നാൽ വളരുന്നവൾ. അവൾക്ക് അതാ ഇഷ്ടം. അവളെ വിളിച്ചാലൊന്നും പോകത്തില്ല. ഇപ്പോൾ ഇതിന് മുമ്പും ഡിവോഴ്സ് നോട്ടീസിന് വേണ്ടി കൊടുത്തിരുന്നു, ഡിവോഴ്സ് ആവാൻ വേണ്ടി തീരുമാനിച്ചിരുന്നു അല്ലേ തുല്യ? അതെ, അത് വിവാഹത്തിന് ശേഷം 1 വർഷത്തിന് ശേഷം അവൾക്ക് പ്രഗ്നൻ്റ് ആയിരുന്ന ടൈമിലായിരുന്നു. അന്ന് നമ്മൾ 7 മാസം അങ്ങോട്ട് പ്രഗ്നൻ്റാണ്. അന്ന് ഇതുകൊണ്ടൊക്കെ ഡൗറിയുടെ പ്രശ്നത്തെ ചൊല്ലിയാണ്ട് വാക്കർക്കം ഉണ്ടായി. അങ്ങനെ ഭയങ്കര അന്ന് അവിടെ ഗർഭിണിയായിരുന്നവളെ നാവിക്ക് ചവിട്ടിയായിരുന്നു. അന്ന് കുഞ്ഞിനെ നാവിക്ക് ചവിട്ടുകയും തൊഴിക്കുകയൊക്കെ ചെയ്ത് ഒരുപാട് മർദ്ദനങ്ങളൊക്കെ ആയപ്പോൾ അവൾ അങ്ങനെ ഇവിടെ വന്ന്, അന്ന് ഞാൻ നാട്ടിലില്ല. അന്ന് പോലീസ് കേസൊക്കെ ആയി. പിന്നെ നമ്മൾ കോർട്ടിൽ പോയി ബന്ധം ഒഴിയാനായിട്ട് ശ്രമിച്ച് ബന്ധം ഒഴിയാനുള്ള എല്ലാ കാര്യങ്ങളും നീക്കിയതാണ്. അപ്പോൾ വീണ്ടും അവന് പിന്നെ കോടതിയിലായല്ലോ കേസ്. അപ്പോൾ വക്കീലന്മാരും അവരത് കൗൺസിലിങ്ങിലൂടെ പിന്നെ അവരെ 2 പേരെയും കൗൺസിൽ ചെയ്ത് പിന്നെ ഒത്തീർപ്പാക്കാനാണ് അവർ ശ്രമിച്ചത്. അങ്ങനെ അവരുടെ കൗൺസിലിങ്ങും പിന്നെ ഇവൻ്റെ കാലെടുത്തും കരച്ചിലും ഒക്കെ ആകുമ്പോൾ കുഞ്ഞ് വീണ്ടും അവിടെ മനസ്സലി. പെൺകുഞ്ഞല്ലേ മോളെ, പെൺകുട്ടിയൊക്കെ എന്തുമാണ്ട് മനസ്സിന് കാഠിന്യം ഉണ്ടാവും. സ്വന്തം കുഞ്ഞിൻ്റെ അച്ഛനല്ലേ, അപ്പം മനസ്സ് അലിഞ്ഞ് തന്നെയല്ലേ വരത്തുള്ളൂ. എങ്ങനെയൊക്കെ ആയാലും എത്ര ക്രൂരനായാലും ചിലപ്പം കോംപ്രമൈസ് ചെയ്യും. മകൾക്ക് വേണ്ടിയൊക്കെ കോംപ്രമൈസ് ചെയ്ത് അങ്ങനെ വീണ്ടും പോയത്. ആ സന്ദർഭത്തിൽ അന്നുണ്ടായ കാര്യം ഇതാണ്. ഇവിടെ വീട്ടിൽ വന്ന് നിൽക്കുമ്പോഴും വിളിച്ചുകൊണ്ട് പോകും അല്ലേ? വീട്ടിൽ വന്ന് നിന്നാലും ഇവൻ സൗകര്യം കൊടുക്കത്തില്ല. അവിടുന്ന് വേണ്ടാന്നും പറഞ്ഞ് പിണങ്ങി ഇവിടെ വന്ന് നിന്നാലും ഇവിടെ വന്ന് നിരന്തരം ശല്യം ചെയ്ത് വിളിച്ചുകൊണ്ട് പോയിക്കളെ. ഈ അവൻ്റെ ഫാമിലി എങ്ങനെയായിരുന്നു? അതായത് അതുല്യയുടെ ഭർത്താവിൻ്റെ ഫാമിലി എങ്ങനെയായിരുന്നു അതുല്യയോട്? ഫാമിലി എന്ന് പറഞ്ഞാൽ അവളുടെ പിന്നെ ഈ സതീഷിൻ്റെ അച്ഛനെ മരിച്ചുപോയി. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ അമ്മ മാത്രമാണ്. മൂത്തൊരു സഹോദരനുണ്ട്, ഒരു അനുജനുണ്ട്. അവർ 3 പേര്. അവിടെ പെൺകുട്ടികളില്ലാത്തതിൻ്റെ കുഴപ്പം ആ വീട്ടിലുണ്ട്. അവിടെ ആമ്പിള്ളേർക്കെല്ലാം ഒരു പെണ്ണും അവനൊരു പെങ്ങളുട്ടി ഉണ്ടായിരുന്നെങ്കിൽ അവനിങ്ങനെ പെരുമാറുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവനൊരു പെങ്ങളുട്ടി ഇല്ലാതെ പോയതായിരിക്കും. ഇതിന് ഇത്രയും പിന്നെ സ്ത്രീകളെ ബഹുമാനിക്കുകയോ ആദരിക്കുകയോ അല്ലെങ്കിൽ സ്നേഹിക്കുകയോ ഒന്നും ചെയ്യാത്തത്. അവനൊരു ഇത്രയും നല്ല സുന്ദരിയും നല്ല സ്വഭാവക്കാരിയായ ഒരു ഭാര്യയെ കിട്ടിയിട്ട് ആ തങ്കപ്പുടം പോലുള്ള ആ തങ്കത്തെ തലയെ വെച്ച് കൊടുത്ത് അവൻ അത് തട്ടി താഴെയിട്ട് ഉടച്ചില്ലേ മോളെ. ഇനി എന്താ മോളെ, ഇതിൽ വലിയ എന്താ ഞാൻ പറയണത്. അതുപോലെ അപ്പോൾ സതീഷിൻ്റെ അമ്മ പറയുന്നുണ്ട് അങ്ങനെ വീട്ടിലേക്കൊന്നും വിളിക്കാറില്ല, അങ്ങനെയുള്ള ഒരാളല്ല എന്ന് പറയുന്നുണ്ട്. അങ്ങനത്തെ ഒരു സ്വഭാവക്കാരനാണ്. ആരെയും വിളിക്കാനോ ആരോടും ഒരു സ്നേഹബന്ധം സൂക്ഷിക്കുന്നോ ഒന്നുമല്ല. സ്വന്തം അവൻ്റെ മാതാവിനെ അവൻ വിളിക്കത്തില്ലെന്ന് പറഞ്ഞില്ലേ, അതിൽ നിന്നെല്ലാം വ്യക്തമല്ലേ അവൻ്റെ സ്വഭാവത്തിൻ്റെ മനസ്സിലാക്കിക്കൂടാ ഏറെക്കുറെ. അതുപോലെ ഇപ്പോൾ തെറ്റിദ്ധരിപ്പിക്കാനുള്ളൊരു ശ്രമമാണ് നടക്കുന്നത്. അതായത് അതുല്യ എന്നെയാണ് മർദ്ദിക്കാറ്, അവൾ ഭയങ്കര ദേഷ്യക്കാരിയാണ്, ഇതൊക്കെയാണ് മാധ്യമങ്ങൾക്ക് മുമ്പിൽ അയാൾ പറഞ്ഞത്. അത് നമ്മളെ ജീവനുള്ള ഏതൊരു വസ്തുവും അതിനെ പ്രതികരിക്കത്തില്ലേ.
മനസ്സിലായോ? അതിനെ ഡിഫെൻഡ് ചെയ്യത്തില്ല ഏതൊരു വസ്തു. ജീവനുള്ള ഒരു വസ്തുവിനെ നമ്മൾ ചവിട്ടിയാൽ അത് എന്താ ചെയ്യുന്നത്? അങ്ങനെയുള്ള ഒരു കാര്യങ്ങളെ ഉണ്ടായിട്ടുണ്ടാവും. ഒരിക്കലും അല്ലാതെ എൻ്റെ മോള് അങ്ങനെയൊന്നും ചെയ്യുന്നതല്ല. അതുപോലെയായിരുന്നു ഇതിപ്പോൾ അതുല്യ അത് വീഡിയോ എടുത്ത് വെച്ചതുകൊണ്ട് ആളുകൾ അറിഞ്ഞു. അല്ലായിരുന്നുവെങ്കിൽ ഇത് മറ്റൊരു രീതിയിലല്ലേ വ്യാഖ്യാനിക്കപ്പെടുള്ളൂ. ഇല്ല, ഒരുപാട് വീഡിയോ ആദ്യ കാലം മുതലേ ഇവൻ ചെയ്യുന്നതിൻ്റെ പ്രവൃത്തികളെല്ലാം എൻ്റെ കുഞ്ഞ് വീഡിയോ എടുത്തിട്ടുണ്ട്. പലപ്പോഴും ഇവൻ പിന്നെ കത്തിയൊക്കെ എടുത്ത് ഉപദ്രവിക്കാൻ ചെല്ലുമ്പം ഇവൾ വീഡിയോ എടുക്കുന്നത് പോലെ കാണിക്കും. പലതും വീഡിയോ എടുത്തിട്ടുമില്ല. കാരണം എന്ന് പറഞ്ഞാൽ അന്നേരമെങ്കിലും അവൻ പിന്മാറട്ടെന്ന് വിചാരിച്ചാട്ട് അന്നേരം അവൻ ട്യൂൺ മാറ്റും. കത്തി കൊണ്ട് അവളെ വരാൻ ചെല്ലുമ്പോൾ വീഡിയോ എടുക്കുമ്പോൾ അവൾ പറയും മാങ്ങ അതിൻ്റെ അടുത്ത മോളെ പൂളട്ടെന്ന്. അപ്പോൾ അവൻ്റെ മൈൻഡിൽ ഒന്ന് ആലോചിച്ച് നോക്കും. അവൻ്റെ മാനസിക അവസ്ഥ അവൻ എന്താ അവൻ്റെ മൈൻഡൊന്നും അത്ര ക്രൂരനാണെന്ന്. പിന്നെ എത്രയോ പോറിയിട്ടുണ്ട്, എത്രയോ പ്രാവശ്യം കത്തി വെച്ച് പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്തെല്ലാം ചെയ്തിട്ടുണ്ട്. വളരെ കൊടിയ പീഡനങ്ങൾ എൻ്റെ മോള് അനുഭവിച്ചിട്ടുണ്ട്. മോളെ ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ല എന്ന് തന്നെയാണ് വീട്ടുകാരടക്കം പറയുന്നത്. നിങ്ങളും അങ്ങനെ തന്നെയാണോ വിശ്വസിക്കുന്നത്? എൻ്റെ മോൾ ഒരിക്കലും അത് ചെയ്യത്തില്ല മോളെ. അതായത് അന്ന് ഈ ശനിയാഴ്ച പിന്നെ ജോലിക്ക് അവൾ ഒരു മാളിൽ ജോലി തേടി ജോലി കിട്ടിയായിരുന്നു. അതിന് പോകാൻ യൂണിഫോമും ഒക്കെ തയ്പ്പിച്ച് തുണിയെടുക്കാൻ അനിയത്തെ റൂമിൽ പോയി. തുണിയെടുത്ത് യൂണിഫോമൊക്കെ തയ്പ്പിച്ച് വളരെ ഹാപ്പി ആയിട്ടായിരുന്നു. സ്റ്റാറ്റസും ഒക്കെ ഇട്ടിരുന്ന് നമ്മുടെ ബർത്ത്ഡേയും കൂടി അങ്ങോട്ടായിരുന്നു. അപ്പോൾ സ്റ്റാറ്റസും ഒക്കെ ഇട്ട് വളരെ സന്തോഷമായിട്ട് പുതിയ ജോലിക്ക് പോകാനുള്ള കയറാനുള്ള രീതിയിൽ പോയാൽ അത് അത്ര സന്തോഷവതിയായിരുന്നു. രാത്രി 12 വരെയും. അതിന് ശേഷമായിരിക്കും ഈ സംഭവങ്ങളൊക്കെ ഇവൻ പതുപോലെ മദ്യവെച്ചിട്ട് വന്ന് പിന്നെ എന്തെങ്കിലും എടുത്തിട്ട് എന്തെങ്കിലും പറഞ്ഞ് അവനങ്ങനെ എന്തെങ്കിലും ഒരു നിസ്സാര കാര്യം പറഞ്ഞാൽ അതിൽ നിന്ന് പിടിച്ച് അതിൽ അങ്ങനെ പിന്നെ അങ്ങ് ഉപദ്രവിക്കാൻ തുടങ്ങും. അന്ന് ചവിട്ടിക്കൂട്ടി രാത്രി 12 ആയപ്പം ഇവന് നമ്മളെ നിലത്തിട്ട് ചവിട്ടിയൊക്കെ ചെയ്തിട്ടുണ്ട്. ചവിട്ടിയൊക്കെ ചെയ്തിട്ട് ശേഷം എൻ്റെ മോള് താഴെ കിടക്കുമായിരുന്നു. ഒരു പുതപ്പിനകത്ത് കിടന്നിട്ട് ഞെരങ്ങിക്കൊണ്ട് അവൾ ഇങ്ങോട്ട് ഫോൺ ചെയ്ത് എൻ്റെ വൈഫിന് ഫോൺ ചെയ്ത് സംസാരിച്ചുകൊണ്ടിരിക്കുക. അമ്മ എന്നെ ചവിട്ടി കൂട്ടിയെന്നും പറഞ്ഞ് ഉറക്കെ പറയാനൊക്കത്തില്ല. ഇവനോടെ പ്രസൻറ്റാണ്, അവനുണ്ടല്ലോ അവിടെ. അങ്ങനെ ശബ്ദം കുറച്ച് ഇവൻ കേൾക്കാതെ ചിലപ്പോൾ അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന അന്നേരം വന്ന് വീണ്ടും അടിക്കും. അതുകൊണ്ട് അന്നേരം പതിയ സ്വരത്തിൽ ഇവിടെ ഫോൺ ചെയ്ത് അന്നേരം പറഞ്ഞായിരുന്നു വിളിച്ചു രാത്രി തന്നെ. എന്ത് ചെയ്യാൻ, ഇത് നിരന്തരം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നതിന് ഇവർ ഞങ്ങളൊക്കെ നിസ്സഹരായി ഇത് കേൾക്കാനേ പറ്റൂ. മറ്റൊരു തിരിച്ചു വരാൻ പറഞ്ഞിരുന്നു. ഞാൻ പറഞ്ഞില്ലേ എത്ര പ്രാവശ്യം പറഞ്ഞിരുന്നു. ഇപ്പം അവൾക്കൊരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഇവൻ ഇത്ര നല്ലൊരു ശമ്പളമൊക്കെ ഉണ്ടായിരുന്നു. ഒരു നിജപ്പെട്ട ഒരു പൈസ മാത്രമേ അവൾക്ക് കൊടുക്കത്തുള്ളൂ. കുഞ്ഞിന് ചിലവിനോട് ജസ്റ്റ് അവൾക്കൊരു നാരങ്ങ മുട്ടായി മേടിച്ചാൽ പോലും കണക്ക് വരെ എഴുതി വെക്കുന്നവനാണ്. അങ്ങനെ നേരത്തെ മുതൽ അവൻ്റെ സ്വഭാവ രീതി അതാണ്. പിന്നെ അതനുസരിച്ചുള്ള ഒരു പൈസ അവൾക്ക് കൊടുക്കത്തുള്ളൂ. അവൾക്ക് അതുകൊണ്ട് ഒരു കുഞ്ഞിനെ വളർന്നു വരികയല്ലേ. അവിടെ ഒരു സ്വാതന്ത്ര്യത്തിനും ഒരു ചിലവിനൊന്നും 1 രൂപ കൊടുക്കത്തില്ല. അപ്പോൾ അതുകൊണ്ടുകൂടിയൊക്കെ ആയിരിക്കും അവളൊരു ജോലി വേണം. ഇപ്പം അച്ഛന് അതൊരു വിഷയം. ജോലിക്ക് പോകുന്നത് അവന് ഇഷ്ടമല്ല, അതെന്താണെന്ന് തെളിയുമല്ല. അപ്പോൾ അതിനെപ്പറ്റി നമ്മൾ ഒരുപാട് ചിന്തിക്കേണ്ട കാര്യമില്ല. അതെന്താണെന്ന് വെച്ചാൽ അറിയുമല്ലോ നമ്മൾ. ഉടനെ അതിന് നാളെ പെട്ടെന്നുള്ള അതിൻ്റെ ഡീറ്റെയിൽ ഉണ്ടാവുമല്ലോ, അതിനുള്ള തെളിവുകളുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതിനെപ്പറ്റി ചിന്തിക്കേണ്ട.